തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ഒരു ഹോട്ടലിൽ നടന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആറ്റിങ്ങലിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഒരു ചെറുപ്പക്കാരൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറുന്നു. വിശന്ന് വന്ന അയാൾ അത്യാർത്തിയോടുകൂടി തൻ്റെ മുന്നിലെത്തിയ ബിരിയാണി ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് അതിനകത്ത് പാകമാകാത്ത ഇറച്ചി. വല്ലാതെ ദുർഗന്ധവും അതിൽ നിന്ന് വരുന്നുണ്ട്. അയാൾ ആകെ വിഷണ്ണനായി. ഉടനെ തന്നെ അത്യാവശ്യം വിവരവും ബോധവും ഒക്കെ ഉള്ളതുകൊണ്ട് അയാൾ അതിൻ്റെ ഫോട്ടോ സൂക്ഷിച്ച ശേഷം അത് ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റിലേക്ക് ഫോട്ടോ സഹിതം അയച്ച് ഒരു പരാതി കൊടുക്കുന്നു, ഹോട്ടലിൻ്റെ പേര് സഹിതം തന്നെ. എന്നിട്ട് പറയുന്നു, ഇത് ഒരു അന്വേഷണം വേണം, ഈ ഹോട്ടലിൽ ഇങ്ങനെ മോശമായ ഭക്ഷണമാണ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ആ പരാതിയും സംഭവിച്ചത് എന്താണെന്നും ആ യുവാവ് തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആറ്റിങ്ങിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നും എനിക്കുണ്ടായ അനുഭവം ഞാൻ അവിടെ ഷെയർ ചെയ്തിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 10 ആറ്റിങ്ങിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഞാൻ വാങ്ങിയ ചിക്കൻ ബിരിയാണി പൂർണ്ണമായും വേകാത്ത അവസ്ഥയിലായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളല്ലോ, ക്യാഷ് എടുത്ത് വാങ്ങിയല്ലേ. എന്തായാലും തെളിവുകൾ സഹിതം ഞാൻ ഫുഡ് സേഫ്റ്റി പോർട്ടലിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പരാതി നൽകിയിട്ട് 7 ദിവസങ്ങൾക്ക് ശേഷമാണ് പരിശോധന നടന്നത്. അതായത് ഏപ്രിൽ 10 പരാതി നൽകി ഏപ്രിൽ 17 പരിശോധന നടന്നത്. എന്തിനാണ് ഇത്രയും കാലതാമസം? പരിശോധന നടന്നപ്പോൾ വേഗാത്തതോ പഴകിയതോ ആയ ഭക്ഷണമൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ ചില നിയമ ലംഘനങ്ങൾ കണ്ടെത്തി ഹോട്ടലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികം. എനിക്കറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്തിനാണ് ഇത്രയും ദിവസം വൈകിയത്? അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. എന്തായാലും അതിനുള്ള മറുപടിയും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 10 പരാതി ലഭിച്ചുവെന്നും 11, 12 തീയതികളിൽ പൊതു അവധി ആയതിനാലും പരാതി അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് 13, 15, 16 തീയതികളിൽ VVIP ഡ്യൂട്ടി ഉണ്ടായിരുന്നത്രേ. 16 VVIP ഡ്യൂട്ടി ഉണ്ടായിരുന്നിട്ട് പോലും അന്ന് ഹോട്ടൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഹോട്ടൽ അടഞ്ഞു കിടക്കുകയാണത്രേ. തുടർന്ന് ഏപ്രിൽ 17 തുറന്നിരുന്ന സ്ഥാപനത്തിൽ പരിശോധന നടത്തി പഴകിയതോ വേകാത്തതോ ആയ ഭക്ഷണമൊന്നും കണ്ടെത്തിയിട്ടില്ല. പകരം മറ്റ് ന്യൂനതകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതാണ് അവർ നൽകിയ മറുപടി. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ഈ ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തുന്നത് 17-ാം തീയതിയാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം. ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ പഴകിയ അല്ലെങ്കിൽ വേകാത്ത ബിരിയാണിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ ആ ബിരിയാണി പോയിട്ട് ബിരിയാണി ചെമ്പ് പോലും അവിടെ ഉണ്ടാകണമെന്നില്ല എന്നത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്? ഉദ്യോഗസ്ഥർക്ക് ഒന്നുകിൽ ഈ ഹോട്ടലുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, തുടർന്ന് കൈക്കൂലി വാങ്ങി ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ പരിമിതിയെക്കുറിച്ചാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് പോകാനുണ്ടായിരുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അഭാവം, ഇങ്ങനെ തുടങ്ങി കുറേ ഒഴിവുകഴിവുകൾ ഉദ്യോഗസ്ഥർക്ക് പറയാനുമുണ്ട്. എന്നാൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിലമേലിൽ നിന്ന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോയി മത്സ്യവിഭവങ്ങൾ കഴിച്ച ആളുകൾ മരിച്ചുപോയ സംഭവം. നാൾക്ക് നാൾ ഡൽഹിയിലാണെങ്കിൽ നമുക്കറിയാം തണ്ണിമത്തനും ബിരിയാണിയും കൂടി കഴിച്ച് മരിച്ചു പോകുന്നു. അത് പിന്നെ വിഷം കഴിച്ചുള്ള ആത്മഹത്യ എന്ന തരത്തിൽ വാർത്തകളുടെ അപ്ഡേറ്റ് ഉണ്ടായി. നമ്മുടെ നാട്ടിൽ തന്നെ കൊഞ്ച് കഴിച്ച് അതുപോലെ മന്തി കഴിച്ചൊക്കെ അസുഖം വരുന്ന അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന സംഭവങ്ങൾ ധാരാളമാണ്. സ്കൂളുകളിൽ സംഭവിക്കുന്നു, കോളേജുകളിൽ സംഭവിക്കുന്നു, ഹോസ്റ്റലുകളിൽ സംഭവിക്കുന്നു. ഇതൊക്കെ പരിഹരിക്കാനുള്ള ചുമതല സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറില്ലേ കുറേയധികം ഫോട്ടോകൾ വാർത്താ ഗ്രൂപ്പുകളിലൊക്കെ, പലപ്പോഴും മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പരിശോധന എന്നൊക്കെ പറഞ്ഞ കുറേ ഫോട്ടോസൊക്കെ വരും. അത് വരും കഴിയും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റിലീസുകൾ വരും. കുറേയധികം വെളിച്ചെണ്ണ പിടിച്ചെടുത്തു, കുറേ പിണ്ണാക്ക് പിടിച്ചെടുത്തു, കുറേ തവിട് പിടിച്ചെടുത്തു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരും. പലപ്പോഴും ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട്. അഴുകിയ ഭക്ഷണ സാധനങ്ങൾ, കഴുകാത്ത പാത്രങ്ങൾ, വൃത്തിഹീനമായ അടുക്കള, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്മേലുള്ള നടപടി എന്താണ്? നടപടി വളരെ ഒരു പിഴ, നിശ്ചിത സംഖ്യ പിഴ അടച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകാരൻ തലയൂരി രക്ഷപ്പെടുന്നു. ഇതല്ല വേണ്ടത്. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൊട്ടുക്ക്, നാടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ട ആവശ്യം അത്യാവശ്യമാണ്. അത് ഇല്ലാതെ പോകുമ്പോഴാണ് ആറ്റിങ്ങൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്, വിഴിഞ്ഞം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്.